10 गोली मारा, एक भी नहीं लगा. കൃഷ്ണൻകുട്ടി സർ, ഇപ്പൊ എന്തൊക്കെ കാണുന്നുണ്ട്? മരങ്ങൾ, ദൂരമല, ചുവന്ന കൊടി, കൊടികെട്ടിയ വടി, ബോർഡ്, ആൾരൂപം എല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് സർ. ആ ബെസ്റ്റ്. ऊपर करके रेंज की ഗൺ എയിം ചെയ്യുന്ന പട്ടാളക്കാരൻ തന്റെ പ്രതിയോഗിയെ മാത്രമേ കാണാൻ പാടുള്ളൂ. മലയും കോപ്പും ഒക്കെ കാണാൻ പോയാലേ ശത്രുവിന്റെ ബുള്ളറ്റ് നിന്റെ നെറ്റി തുളയ്ക്കും. ബി ഇൻ യുവർ പൊസിഷൻ. എക്സസൈസ് ചെയ്ത ശരീരം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ചിട്ട, ഏകാഗ്രത, മനസാന്നിധ്യം, ഇതൊക്കെയാണ് പ്രധാനം. മനസ്സിലായോ? ക്യാമ്പിലേക്ക് പാല് കടന്ന് കൊടുക്കാൻ മനസ്സിലായല്ലേ? അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഡിസിപ്ലിനും മനസാന്നിധ്യവുമാണ് ഒരു പട്ടാളക്കാരന്റെ രക്ഷാകവചം. ഏത് പ്രതിസന്ധിയിലും ധൈര്യം കൈവിടരുത്. എല്ലാരും ഇതുപോലെ എന്തെങ്കിലും നോക്കൂ പ്ലീസ്. എന്റെ പിന്നാലെ തന്നെ വരുന്നേ. ആ പശുവിനെ പിടിച്ചു താനെന്താ പശുവിനെ കൊണ്ട് കബഡി കളിപ്പിക്കാം? ഇവിടുത്തെ ബിസിനസ് നമുക്ക് പറ്റും തോന്നുന്നില്ല ലക്ഷ്മി. നിന്റെ പശുവിനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നേ. വാ മോളെ വാ വാ. അയ്യോ ക്ഷമിക്കണം, എനിക്ക് ലക്ഷ്മിക്കുട്ടിക്ക് ഈ വക വെടിശബ്ദം ഒന്നും പരിചയമില്ല. നിങ്ങൾ അതിനെ എവിടെയെങ്കിലും ഒന്ന് കെട്ട്. ആ വാ വാ വാ, കെട്ടാം കെട്ടാം. സാർ, സാർ ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ആഹാ, എന്നാ അവിടെ കട. പശുവിനെ പേടിച്ചിങ്ങനെ ഓർഡർ പട്ടാളാണെങ്കിൽ അതിർത്തിയിൽ കുറച്ച് പശുവിനെ അഴിച്ചു വിട്ടാ പോരെ, അല്ലേ ലക്ഷ്മിക്കുട്ടി? सौ साल पहले मुझे तुमसे प्यार था. 100 साल पहले मुझे तुमसे प्यार था. 100 साल पहले मुझे तुमसे प्यार था. मुझे तुमसे प्यार था. 100 साल പട്ടാള പട്ടികളെ ആരാണ് അവിടെ ഓലിയിടുന്നത്? ചെറ്റൻ താറയാണ് അപ്പുറത്ത്. ഗായകൻ വെട്ടത്തോട്ട് ഇറങ്ങി വാടാ. ഇറങ്ങി വരില്ലേടാ ഗായക. വേണ്ട, അവിടെ തന്നെ നിന്നോ. ഈ കുമാരന് ഉന്നം ഉണ്ടോന്ന് കാണിച്ചു തരാം. പെണ്ണുങ്ങൾക്ക് മാനം മര്യാദ ജീവിക്കാൻ സാധിക്കില്ലെന്ന് വെച്ചാ ഇറങ്ങി വാടാ ചെറ്റ ഗായക മോനെ. എടീ, നീ എന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യരുത് കേട്ടോ. നീ വളരെ ഇന്ന് എനിക്ക് രണ്ടിലോ എന്നറിയണം. എടാ പട്ടാള പട്ടികളെ, ഞാൻ ഇത് കൂടി ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ലാസ്റ്റ് ബോൾ. എന്താ നുഴഞ്ഞു കയറാൻ പഠിപ്പിക്കേ? നുഴഞ്ഞു കയറാൻ ഇത് എന്തിന്റെ കേടാണ്? ആകാശത്ത് കൂടി പോണ വെടിയുണ്ട കോണി വെച്ച് കയറി കൊണ്ടോളും. ഇതാ കുറച്ച് വെള്ളം ചേർത്ത് കഴിക്കണം മോനെ, കരള് പാടിപ്പോവും. ഇതിനൊക്കെയുള്ള വെള്ളം നമ്മുടെ ശരീരത്തിലുണ്ടെന്ന ശാസ്ത്രം. നിങ്ങൾ അവിടെ വന്നിട്ട് കുറെ നേരമായിരുന്നു? എവിടെ? അവിടെ ഗ്രൗണ്ടിന്റെ അവിടെ. അന്ന് ഞങ്ങളെ കണ്ടില്ലേ? അപ്പൊ ഒന്നുള്ളൂ. എന്താണ് പ്രശ്നം? ഒന്നുമില്ല, ചുമ്മാ. എന്നാ ഞാൻ പോട്ടെ. കാലത്ത് നേരത്തെ നീക്കണ്ടേ? PT ഉണ്ട്. 100 साल पहले मुझे तुमसे प्यार था, आज भी है और कल भी रहेगा. सदियों से तुझसे मिलने
किया बेकरार था किया बेकरार था ആ ഗുളികൻ പണിക്കരെ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ജാതകം നോക്കി അച്ഛനെ ഉപദേശിച്ചിരിക്കുക. അയാൾക്കിട്ട് 2 എണ്ണം കൊടുക്കാൻ ഈ കുമാരേട്ടനേ ഉള്ളൂ. അതിനായി കുതന്ത്രം. മുട്ടയുടെ കാശ് പോവോ ചേച്ചി? ചുമടല്ലേ കണ്ടു കുഴപ്പമായി ബാക്കിലേക്ക് കിട്ടോ ഓടണോ വേണ്ട 1 2 3 4 വന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. രാവിലെ ജോഗിന് ഇറങ്ങിയപ്പോ ജസ്റ്റ് വഴി പാസ് ചെയ്താ. നിങ്ങളെവിടെ? ഞങ്ങളും ജോഗ് ചെയ്ത് അറിയാതെ ഈ വഴിയായിപ്പോയി. ഓക്കെ ഓക്കെ. ഇങ്ങേർക്ക് ഇങ്ങനൊരു അസുഖമൊന്നും ഇല്ലായിരുന്നല്ലോ. നാട്ടുകാർ ഇടി മേടിച്ചവരൊന്നും ഉറപ്പാ. ഏതവനാണ് എന്റെ വീടിന് ചുറ്റും ഒലിപ്പിച്ച് കിടക്കുന്നത്? ഓ ഈ മനുഷ്യൻ രാവിലെ തന്നെ തുടങ്ങിയോ? ഇല്ലടി, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നേര് പറയടി, ആരാടി നിന്നെ കാണാൻ കൊച്ചുവെളുപ്പം കാലത്ത് പതുങ്ങി വന്നത്? അതോ രാത്രി നീ ഇവിടെ കിടത്തി ഒളിപ്പിച്ചവനോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഓ, ഞാൻ പറയുന്നതിനേ കുഴപ്പമുള്ളൂ. നിന്നെ കഴിഞ്ഞാടി നടക്കാം. ഞാൻ വിറ്റയപ്പോ നീ ആ ജോത്സ്യം മണിക്കരോട് ശൃംഗരിക്കാൻ പോയില്ലടി ശീലാവതി. ഓ എന്റെ മനുഷ്യ, ഈ കുട്ടികളെ ഓർത്തെങ്കിലും ഒന്ന് ഈ മിണ്ടാണ്ടിരിക്കും. പിള്ളേരെ ഓർത്താണ് ഞാൻ നിന്നെ നിലത്തിട്ട് ചവിട്ടി അരക്കാത്ത ആസത്തെ. ആ പണിക്കരെ കാണാൻ പോയത് സത്യ. അതെ, നിങ്ങളുടെ തലവര നേരെ ഒന്ന് പ്രശ്നം വെപ്പിക്കാൻ. നിന്റെ തൊലവര നിന്റെ നേരെ വീട്ടിൽ അടയ്ക്ക. അത് തന്നെ കൂടാത്തണം. മനസ്സിലായി. എന്റെ തല പൊട്ടി തെറിപ്പിച്ച് നിനക്കും ആ പുളുന്താൻ പണിക്കർക്കും കൂടി ഇവിടെ സുഖമായി കഴിയാൻ അവൻ ചെയ്ത കൂടോത്രമല്ലേ ഇത്? അയ്യോ പോട്ടെ. ഉടുത്തൊരുങ്ങി ദേവമാണ് ബാഗം തൂക്കി മഹിളാ രത്നം. എവക്കൊണ്ടടി ദേശീയക്കാരും അല്ലത് നിന്റെ ബാക്കി വിത്തല്ലേ? ദേ മനുഷ്യ, എന്നെ എന്ത് വേണേലും പറഞ്ഞു. അവളെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഓ, അനിയത്തെ പറഞ്ഞപ്പോ അവക്കങ്ങ് കൊണ്ടു. രാവിലെ പിന്നെ അവള് തെണ്ട ഇറങ്ങുന്നത് എന്തിനാടി? ഓ നിങ്ങളുടെ നാക്ക് പുഴുത്തു പോയി. അവള് തെണ്ടാൻ ഇറങ്ങണോണ്ടാ ഞാനും എന്റെ പിള്ളേരും പട്ടിണി കൂടാണ്ട് ഇവിടെ കഴിയണത്. ഒരു സർക്കാർ ജോലിക്കാരൻ അതെ. കുടിച്ച് കൂത്താടിയുള്ള ജോലിയും കളഞ്ഞ് കാശിന് ഗുണമില്ലാണ്ടായി. അതും പോരാഞ്ഞ് ബോധമില്ലാണ്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ എന്ത് ചെയ്യടി? മൂക്കി കയറ്റിക്കളയോ? എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഞാൻ കുടിക്കും പെടുക്കും. നീ ആരടി ചോദിക്കാൻ? ആ സത്യം പറയടി, നീ കൂടെ ചേർന്ന് നടത്തിയ കൂടോത്രം അല്ലേടി ഇത്? ഇന്നത്തോടെ അവന്റെ കവടി നിരത്തി ഞാൻ നിർത്തും. വ്യാഴം മറിഞ്ഞിരിക്കാണ്. രോഗപ്രശ്ന. സമയം സൂക്ഷിക്കണം. കുംഭരാശിയാ. ഇവരാ പ്രശ്നം. ഇനി ആരാ പ്രശ്നം? ഒന്നും തോന്നരുത്, സുഖമില്ലാത്തോണ്ടാ. കണ്ടകശനി കൊണ്ടേ പോകുന്ന എന്റെ കണ്ടകശനി ഞാൻ കാണിച്ചനോട്. എന്താ കുമാരേട്ടത്? കോഴിമുട്ടെ കൂടോത്രം ചെയ്യല്ലേടോ? ഭഗവതി, എനിക്ക് അങ്ങനെ ഒരു വക അറിയില്ല. നന്നായിട്ട് വരയ്ക്കും അല്ലേ? എനിക്ക് വരയ്ക്കാനും അറിയില്ല. ചെയ്തതും പറഞ്ഞു നുണയും പറയുന്നോ? ഒരു മുട്ട കൊണ്ടൊന്നും തിരക്കുന്ന തലയല്ലടോ ഈ കുമാരൻ്റെത്. ഉപ്പേ
അയ്യോ ഇതുപോലൊരെണ്ണം ഉണ്ടായിട്ടു. പെൺപിള്ള, ഈ ജോത്സ്യർ എന്നത് അടക്കി നിർത്തിക്കോണം. പേരിലൊരു കൃഷ്ണൻ ഉണ്ടെന്ന് കരുതി 16,000 കെട്ടാനാണ് പൂതിയെങ്കിൽ ഇവന്റെ കവടി ഞാൻ ആ കണ്ടത് നന്നായി. ഞാൻ ആഫീസിൽ പറഞ്ഞിട്ടിരിക്കായിരുന്നു, കുട്ടിക്ക് മണിയാടുണ്ട്. പിന്നെ 2-3 ആഴ്ച മുമ്പ് അയച്ചതാ, പഴയ അഡ്രസ്സിൽ തന്നെ. പതിവ് പോലെ അവിടുന്ന് റീഡയറക്ട് ചെയ്തിരിക്കുക. വേണ്ടാന്ന് പറഞ്ഞ് മടക്കാന്ന് വെച്ചാ അയക്കുന്ന ആളിന്റെ അഡ്രസ്സും അറിയില്ലല്ലോ. ഔദാര്യം കൊണ്ടാണെന്ന് കരുതണ്ട, അവകാശപ്പെട്ടതാണെന്ന് കരുതി ഒപ്പിട്ടുള്ളൂ. അഡ്രസ്സിന് പകരം പഴയ പല്ലവി തന്നെ. ഗോഡ് ബ്ലസ് യു. വരട്ടെ. ശരി. ഹലോ, ഒന്ന് നിന്നേ. എന്താ? അപ്പൊ പട്ടാളക്കാരെ കുറിച്ച് മൊയ്തു പിലാക്കണ്ടി പറഞ്ഞ നേരാണല്ലേ? എന്ത്? സ്ത്രീലമ്പടന്മാരാണെന്ന്. അയ്യോ അല്ല. പിന്നെ പെണ്ണുങ്ങൾ ഡ്രസ് മാറുന്ന ഒളിഞ്ഞു നോക്കിയതോ? അയ്യേ, ഒളിഞ്ഞു നോക്കിയേ? ഞാനോ? കുട്ടിക്ക് ആള് തെറ്റിയതാവും. പച്ച ഫുൾ സ്ലീവ് ടീഷർട്ട്, കറുത്ത ജീൻസ്. എന്നിട്ട് ഞാൻ നിലവിളിച്ചപ്പോ മതിൽ ചാടി ക്യാമ്പിലേക്ക് ഓടി. ഇനി കൂടുതൽ തെളിവ് വേണോ? സത്യമായിട്ട് ഞാൻ കുട്ടി ഡ്രസ്സ് മാറുന്നത് നോക്കിയതല്ല. പാട്ട് കേട്ടപ്പോ കുട്ടി ആരാന്നറിയാൻ, പാടുന്ന ആരാന്നറിയാൻ വേണ്ടി നോക്കിയതാ, അല്ലാതെ. ആ മതി മതി, നോണ പറഞ്ഞ് കഷ്ടപ്പെടണ്ട. അയ്യോ, കുട്ടിയെ ഞാൻ എന്ത് പറഞ്ഞാ വിശ്വസിപ്പിക്കുക? സത്യമായിട്ടും പാട്ട് നന്നായിരുന്നു. പാടുന്ന ആരാന്ന് അറിയാനുള്ള ആകാംക്ഷയോട് നോക്കിപ്പോയതാ. ഞാൻ നുണ പറയില്ല. യുനോ ഐ എം എ മേജർ. അതെന്താ മേജർമാർക്ക് നോണ പറഞ്ഞൂടെ? ശരി ശരി, ഞാൻ വിശ്വസിക്കാം. പക്ഷേ പകരം എനിക്ക് കുറച്ച് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്തായിരുന്നു. അയ്യോ, ഞാനിവിടുത്തെ RD ഏജന്റാ. കുട്ടി അതിന് എനിക്ക് ഇവിടെ അധികം പരിചയക്കാരൊന്നും ആയിട്ടില്ല. പുറമേന്ന് വേണ്ട, ക്യാമ്പിലെ മുഴുവൻ പട്ടാളക്കാരും ചേർത്ത് തന്നാ മതി. നോക്കൂ കുട്ടി, ഞാൻ അവരുമായിട്ട് അത്ര അടുപ്പമൊന്നുമില്ല. ഓഹോ. ഞാനും മാധവട്ടനും മെന്നിയും മാത്രമേ ആർമിയിൽ നിന്ന് നേരിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് CRPF മറ്റു ഫോഴ്സിൽ നിന്നൊക്കെ ഡെപ്യൂട്ടേഷനിൽ വന്നവരാ. മാത്രമല്ല ഞാൻ അവരുടെ കമാൻഡന്റ് അല്ലേ. ഞാൻ എങ്ങനെയാ അവരോട്? സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഓക്കെ. സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് എല്ലാവരോടും പറയേണ്ടി വരുമെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. കുട്ടി ഒരു സഹായം ചോദിച്ചാ സന്തോഷമുള്ളൂ. ഒരു കാര്യം ചെയ്യ്, സൗകര്യം പോലെ ക്യാമ്പിലേക്ക് വന്നോളൂ. പിന്നെ മുഴുവൻ പേരും ചേർക്കാൻ പറയരുത്. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു 4-5 പേരെ അവിടെ ഉള്ളൂ, അവരെ ചേർക്കാം. അപ്പൊ ശരി, ഓക്കെ, ശുക്രിയ. Hey, go fast. Come on, go. Hey, ജൽദി യാർ. എല്ലിന്റെ ഇടയിൽ വറ്റ് കുത്തിയിട്ട് തന്നെ, അല്ലാണ്ട് എന്താ പറയാ, മേലനങ്ങാൻ ഒരു പണിയിട്ട് ഇല്ലേനും തിന്നാനാണെങ്കിൽ വേണ്ടോളുണ്ടേനും. അതങ്ങോട്ട് ദയിപ്പിക്കണ്ടേ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, ലക്ഷ്മിക്ക് പുല്ല് തിന്നാൻ ഒരു മടി, ദഹനക്കേട് ഉണ്ട് തോന്നുന്നു. കറവ കഴിഞ്ഞ് എവിടെ കിടന്ന് കറക്കരുത് പറഞ്ഞിട്ടില്ല എന്നോട്? ഓ, അതന്നെ ഞാനും ആലോചിക്കണം. സാബ് അന്വേഷിക്കണ്ടേ? പോയിക്കോളൂ, ഞാൻ വന്നോളാം. മേ കമിൻ സാർ? യെസ്. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഞാൻ രാജസ്ഥാൻ ക്യാമ്പിലായിരുന്നപ്പോൾ അവിടെ ഒരു വറീതേട്ടനുണ്ടായിരുന്നു, ചങ്ങനാശ്ശേരിക്കാരൻ, കേണലിന്റെ ഓർഡറിലായിട്ട്. നമ്മുടെ മാധവേട്ടനെ പോലെ. മാധവേട്ടന് പിന്നെ കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലാന്ന് വെക്കാം. വറീതേട്ടന്റെ സ്ഥിതി അതല്ല. വളരെ ചെറുപ്പത്തിലെ പട്ടാളത്തിൽ ചെയ്യുന്നതിന് മുമ്പേ കല്യാണം കഴിച്ചു. 6 കുട്ടികളും ഉണ്ട്. പക്ഷെ ആ വിചാരം വല്ല മൂപ്പർക്കുണ്ടോ? കിട്ടുന്നത് മുഴുവൻ കുടിച്ചു നോക്കും. മനുഷ്യന്റെ കാര്യം ഇപ്പൊ നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ. ഒരു ദിവസം കുളിമുറിയിൽ കാല് തെറ്റി ഒറ്റ വീഴ്ച, നടുവിനായിരുന്നു ഇഞ്ചുറി. പെട്ടെന്ന് പിരിഞ്ഞു പോരേണ്ടി വന്നു. പാവം വറീതേട്ടൻ ആ കിടപ്പ് കുറെ കാലം കിടന്നു, മറ്റും മരിച്ചു. പിരിയുമ്പോ കിട്ടിയ കാശ് മുഴുവൻ കടം വിട്ടാൽ മാത്രമേ തികഞ്ഞുള്ളൂ. പട്ടിണിയും പരിവട്ടായിട്ട് ആ ഭാര്യയും മക്കളും വർഷങ്ങളായിട്ട് കഴിയുന്നേ. ഞാനിപ്പോ ഇതോടെ പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? കുളിക്കാൻ പോകുമ്പോ വീഴാതെ സൂക്ഷിക്കണമെന്നല്ലേ സാർ? കല്യാണം കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണമെന്നല്ലേ സാർ? ഷട്ട് അപ്പ് ബ്ലഡി ഫൂൾ. നമ്മളിങ്ങനെ നാടും വീടും വിട്ട് അലയുന്നവരാ. ചെറുപ്പത്തിന്റെ ആവേശത്തിൽ പട്ടാളക്കാർക്ക് ഒന്നിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചെലവിടുന്നതിനെ കുറിച്ചാ. കിട്ടുന്നത് മുഴുവൻ ധൂർത്തടിച്ച് ചെലവാക്കും. ഇനി അത് പാടില്ല. അല്പസ്വല്പം സമ്പാദ്യശീലങ്ങളൊക്കെ ആകാം പട്ടാളക്കാർക്ക്. ആ കുട്ടി പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ചേർക്കാന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടി ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിലെ RD ഏജന്റ് അത്രേ. തെറിയഭിഷേകം നടത്തുന്ന ആ വൃത്തികെട്ടവന്റെ വീട്ടിലെ കുട്ടിയല്ലേ സാർ? ചേച്ചേ, അയാൾ അത്രക്കാരനാണെങ്കിലും ആ കുട്ടി പാവാ. ഞാൻ ഇന്നലെ പോസ്റ്റ് ഓഫീസിൽ വെച്ചാൽ കണ്ടത്. അയാൾ പറഞ്ഞ അസഭ്യങ്ങൾക്കൊക്കെ ആ കുട്ടി എന്നോട് ഒരുപാട് മാപ്പി ചോദിക്കുകയും ചെയ്തു.
പിന്നെ ഡെപ്പോസിറ്റ് പിടിച്ചു കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. എന്താ ഇവര് മൂന്നുപേരും ചേരും സാർ. താനും ചേരണം. നിങ്ങളെല്ലാം കണ്ടോണ്ടാ ഞാൻ ആ കുട്ടിക്ക് വാക്ക് കൊടുത്തത്. സമ്പാദ്യശീലം അത്ര മോശം കാര്യമൊന്നുമല്ലോ. ഞാൻ ആ കുട്ടിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി വരും. പൊക്കോളൂ. എന്റെ കാശൊന്നുമില്ല. ഇങ്ങേർക്ക് അസുഖം മറ്റു തന്നെയാണ്. എന്തോന്ന്? പ്രേമം. കാലം തെറ്റി പെയ്യുന്ന മഴ പോലെ പ്രണയം പൊടിഞ്ഞു തുടങ്ങി. ഒന്ന് പോടാറുണ്ട്. നിനക്കറിയില്ല പട്ടാഭി സാറിനെ. നല്ല ആപ്പിൾ പോലത്തെ കാശ്മീരി പിള്ളേർ എത്ര പുറകെ നടന്നറിയോ അങ്ങനെ ഒന്ന് വീഴ്ത്താൻ. എന്നിട്ട് വീഴാത്ത ആളെ ഈ കുഗ്രാമത്തിലെ പെണ്ണിന്റെ പുറകെ. ആശുപത്രിയിൽ എത്തിക്കേണ്ട കേസ് വണ്ടി റെഡിയല്ലേ? ഓ വണ്ടിയൊക്കെ റെഡിയാണോ? അവിടെ നിർത്തിയിട്ട് വടിയും കുന്തൊക്കെ ആയിട്ട് ഈ പണ്ടാറങ്ങളെ എവിടേക്കാവോ പിടിച്ചേ? ഒളിക്കണ്ട വൈദ്യരായരെ ഞങ്ങള് കണ്ടു. നാട്ടിൽ ഒരു കാര്യത്തിനും നിങ്ങളെ കിട്ടില്ല എന്ന് വെച്ചാല് ഞാൻ ഈ ആടലോടകത്തിന്റെ വേര് തപ്പി ഇറങ്ങിയതാ. ആ ആടലോടക നടുറോഡിലാണ് ഉണ്ടാവുക. അല്ല നിങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാണാവോ? ഇന്ന് പാർട്ടിയുടെ ബന്ധോ ഹർത്താലോ വല്ലതുണ്ടോ? നാട്ടിലൊരു പേനായി ഇറങ്ങിയിട്ട് 3-4 ആളെ കടിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇല്ല. നിങ്ങൾ എവിടുത്തെ വൈദ്യരാ നായരെ? അവിടുത്തെ ഇതെന്താ ആളെ കളിപ്പിക്ക? അതെ, നായെ കൊല്ലാൻ സഹായം തേടി പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങള് SI ഒന്ന് കാണണം. ആര്? ഗബ്ബാറ? നായെ പിടിക്കാനാ? മര്യാദയ്ക്ക് ഒരു കള്ളനെ പിടിക്കാൻ കഴിവില്ലാത്തവനാണ് നായെ പിടിക്കാൻ പോണത്. നിങ്ങൾ ഇന്ന് സമയം കളയാതെ ആ പട്ടാളക്കാരെ സഹായം തേട്. അത് ശരിയാ. അവരാണെങ്കിൽ മേലിറങ്ങാൻ ഒരു പണിയും കിട്ടാതിരിക്കുക. പക്ഷെ ഈ പട്ടിപ്പിടുത്തത്തിനൊക്കെ അവരെ ഇറങ്ങണാവോ? അവർക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. വായിച്ചിട്ടില്ലേ പട്ടാളം സേവനമായിട്ട് റോഡ് വെട്ടി പാലം പണിതൊന്നൊക്കെ. അപ്പൊ പിന്നെ ഇവിടെ ഒരു പട്ടിപ്പിടുത്തായിക്കോട്ടോ. വായി നോക്കിക്കണ്ട് വാടേ. ഇവിടെ ഇരുന്ന് കളിച്ചാലും കേൾക്കാം സംഗീതം. ഇത്രയൊക്കെ വിസ്തരിച്ച് എഴുതല്ലേ? അവള് കയറും പൊട്ടിച്ചിങ്ങോട്ട് പോരും. ഒന്ന് പോടാ. തമാശ കളിക്കില്ലേ? പഞ്ചാരക്കുന്നത്ത് നട്ട പച്ചക്കരിമ്പേ വേണ്ട. ഇന്നലെ ഞാൻ നിന്നെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നീ ഒരു AK-47 ആയി. അത് വായിക്കരുത്. നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചു മതി ഇനി ഞാൻ നോക്കട്ടെ. ഇപ്പൊ തരാടേ. ഇത് വലിയ ശല്യം. എന്താ ഇത്? വല്ല നുഴഞ്ഞു കയറ്റക്കാരും വരുന്നുണ്ടോ നോക്കിയാണ് സാർ. My God. മാരകായുധങ്ങളായിട്ട് സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. Come on, get alert. ഇവിടെ പുറത്താരും കാണില്ലല്ലോ. അവരാ ടെന്റിനകത്തായിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് തുറന്നോ. കുഴപ്പാവോ? ഏയ്, എന്റെ തോക്കിൽ ഉണ്ടല്ലോ. ആ ഉണ്ട് അവിടെ തന്നെ വെച്ചോളാം. ഞാൻ പല പ്രാവശ്യം പറയണ്. എന്നാ തുറക്കല്ലേ? തുറക്കടോ, തുറക്ക്. ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ. പറഞ്ഞ പോലെ ഇവറ്റങ്ങളൊക്കെ എവിടെ പോയി? ചെറുതായിട്ടൊരു പേടി തോന്നുന്നില്ലല്ലോ. ഇല്ലാതില്ല. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇനി നമ്മളറിയാതെ ഇന്നലെ രാത്രി വല്ല പാകിസ്ഥാൻ പട്ടാളത്തെ വന്ന് കൊണ്ടുപോയോ? എവിടെ ഇതിലെങ്ങനെ കഴിച്ചിലാവും? കേറി കുടുങ്ങി പോയല്ലോ അമ്പറത്തെ തങ്ങളെ. നോക്ക് നാട്ടു മോനെ എങ്ങേക്കൂല്ലേ വാപ്പി അമ്മ. ഞാൻ കഴിച്ച് പോകുമ്പോട്ട് പോന്നേ. അല്ലോ ഇന്റെ കഥ കഴിഞ്ഞതല്ലേ. അല്ലോ എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ ക്യാമ്പ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്? ആരാ നിങ്ങളുടെ പിന്നിലെ? പറയേ. സാറുമാരെ, നമ്മൾ ബോംബ് വെക്കാനും കൊല്ലാനൊന്നും വന്നതല്ല. പിന്നെ നാട്ടിൽ പേപ്പറ്റ് ഇറങ്ങിയിട്ട് അതിനെ പിടിക്കാൻ സഹായം ചോദിച്ചു വന്നതാ. ഓക്കെ, രക്ഷപ്പെട്ടു. ക്യാമ്പിലേക്ക് വരുമ്പോ അനുവാദം ചോദിച്ചിട്ട് വേണ്ടേ വരാൻ? അതും ഈ മാരകായുധങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ. അത് മാറുകായുധങ്ങളൊന്നും അല്ല സാറേ. പട്ടിനെ കണ്ടാ തച്ചൊല്ലാനുള്ള മരക്കഷ്ണങ്ങളാ. ശരി, ഏതായാലും ഈ ദൗത്യം പട്ടാളം ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഈ നാട്ടിൽ ഒരു പട്ടിയും കാണില്ല.
നീ എന്താ കളിക്കുക? കാഴ്ച കാണാൻ തോക്കിന്റെ മുമ്പിൽ തന്നെ കയറി നിൽക്കണം. ഇപ്പൊ വെടികൊണ്ട് ചത്തേനെ. ഒരു ഹ്യൂമൻ എനിമിയെ നേരിടുന്ന അത്ര ഈസി അല്ല ഒരു അനിമൽ എനിമിയെ നേരിടുന്നത്. ഓരോ സ്റ്റെപ്പും ഓരോ സെക്കൻഡും അലർട്ടായിരിക്കണം. എന്റെ അമ്മേ, എന്റെ പശു പോയി. അയ്യോ സാറേ ഏതോ തെണ്ടി ഗ്രീസ് വേണ്ടി വെച്ചേക്കുവാ. ആ തെണ്ടി ഞാൻ തന്നെയാ. ഇത് നിനക്കുള്ള ശിക്ഷയാ. കേടാ. അയ്യോ സാറേ, ഞാൻ താഴെ വീണ് നടുവൊടിഞ്ഞ് ചത്ത സാറിന്റെ ഭാര്യയ്ക്ക് അരയ്ക്കാൻ തേങ്ങയും കറിക്ക് വാങ്ങി ആരുകൊണ്ട് തരും സാറേ? അതിന് നിന്നെ പോലെ വേറൊരുത്തം വന്നോളും. എടാ പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടട്ടാ. കേടാ, ഓരോ കള്ളപ്പട്ടികൾ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. പട്ടി പട്ടി നിന്റെ അപ്പൻ. ഏമാന്റെ ഹൗസിംഗ് ബോർഡ് പട്ടി തകർത്തല്ലോ. പട്ടിക്ക് ഇതല്ലേ പറ്റൂ. എല്ലാരുണ്ടല്ലോ. അയ്യോ, എന്റെ കമത്തിക്കറി കാശിക്കൊണ്ടോ. അയ്യോ അയ്യോ, വൈദ്യരെ ഹെൽപ്പ് മീ വൈദ്യരെ. എനിക്ക് പേളുകുമ്പോ വരാട്ടാ. ഇപ്പൊ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. പോലീസുകാരുടെ 14 ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ ഇവിടെ ഒരു പട്ടികളില്ലടാ. അയ്യോ, இங்க எங்கேயோ வெடிசத்தம் கேக்குறதே. அவனுடைய கேம்ப் இங்க எங்கேயோ தான் இருக்கும். മാമി, അത് ക്യാമ്പീന്നല്ല, അടുത്തേതോ അമ്പലത്തിൽ വെടിപൊട്ടിയതാ. ദേ ആന പോണ കണ്ടില്ലേ? ஆமா யானை. சரி சரி, நீ வண்டி விடு. ஏய், வண்டி நிறுத்து. അമ്മ, பட்டாபி நிறுத்து. நிறுத்துடா. ஏய் ஹோல். டேய் டேய், பட்டாபி பட்டாபி, நான் உங்க அம்மாடா. இப்படி மூஞ்சில கரிய பூசிட்டு இருந்தா எனக்கு தெரியாது நினைச்சிட்டு இருக்கியா? നീ ഏൻ ചൊല്ലാൻ വന്നിട്ടായി? ஏண்டா வீட்டுக்கு கூட வராம நாட்டுக்காக சேவை செய்யறேன்னு இப்படி நாயை புடிச்சுட்டு இருக்கியே, நீ பெரிய பட்டாளம். அம்மா, நான் இங்க ஆபீசர் ஆக்கும், அவளெல்லாம் கேட்டுட்டு இருக்கா. நீ வா, கேம்பில் போய் பேசலாம். என் செல்லம்மா இல்ல. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. രാമനാമം ചൊല്ലിണ്ട് പേരക്കുട്ടികളെയും കൊഞ്ചിച്ചോണ്ടിരിക്കേണ്ട കാലത്ത് ഞാൻ നിന്റെ പിറകെ ഇങ്ങനെ ഉലകം ചുറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇത് ന്യായമാ? അവര് പറയട്ടെ. நீ கேம்பில் வந்து என்ன வேணா சொல்லிக்க. இங்க மலையாளத்துல பேசினா அவளுக்கு புரியும். പുരിയട്ടുണ്ടാ, അവൾക്ക് നന്നാ പുരിയട്ടും. നിങ്ങൾ തന്നെ പറയണം, ഇവൻ ചെയ്യുന്നത് ശരിയാണോ? അതിർത്തി യുദ്ധം പട്ടിപിടുത്തെന്നൊക്കെ പറഞ്ഞ് ഇവൻ കല്യാണം കഴിക്കാൻ നടന്നാലേ പിന്നെ എന്നാ കല്യാണം കഴിക്കാ? മൂക്കില് പല്ലുകൊടുത്താച്ച്. അമ്മ, ഇപ്പൊ എന്റെ പ്രാർത്ഥന കേട്ടിട്ട് അയ്യപ്പ സ്വാമി നിന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. வா, கார்ல ஏறு. என்ன தொடாதே. கார்ல நீ ஏறுங்கம்மா. பேச வேண்டாம். அவ உள்ள கேம்ப்ல போய் சொல்லு, பேசிக்கலாம். கல்யாணம் நீ வா. பண்ணிக்கிறேன்னு சொல்லு. அப்பதான் நான் இங்க இருந்து போவேன். இரு, சொல்லுடா. கல்யாணம் பண்ணிக்கிறேன்னு சொல்றா. அவன் முன்னால சொல்லுடா. உன் பின்னாடி பென்னி, சுத்திட்டு இருக்கிறது என்னால முடியாது. അപ്പോ ക്യാമ്പിൽ വെച്ച് കാണാം. ബൈ.
என்ன சொல்லி அனுப்புறதுக்கு உனக்கு திறக்காச்சு இல்லையா? ரொம்ப தூரம் போக வேணாமா, அதனால சொன்னேன். நான் இப்ப போறேன். ஆனா நீ சொன்ன பேச்சு கேட்கல, நான் திரும்ப வருவேன். നിങ്ങളോട് കൂടി ചേർത്താ. അമ്മ ധൈര്യമായിട്ട് പോവാ, എല്ലാം പറഞ്ഞ പോലെ നടക്കും. പിന്നെ സമയം കിട്ടുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. വരേ. പട്ടാവി, என்னம்மா? யாரா அந்த பொண்ணு? அது பக்கத்தாத்து பொண்ணுமா. அழகா இருக்கா. ഇതാണമ്മേ ഞങ്ങൾ പറഞ്ഞ ഡെപ്പോസിറ്റ്. ഓ, ഡെപ്പോസിറ്റ്. എന്താ കുട്ടിയുടെ പേര്? വിമല. പോസ്റ്റ് ഓഫീസിലെ വേല പാക്കറാ. ഓ, അമ്മയാണ്. ഇവ എല്ലാം ചൊന്ന പറ്റുമാ. ശരി അമ്മ. അമ്മ ഇപ്പൊ വന്നു. എല്ലാം തീർന്നു. കുട്ടി എന്താ ചോദിച്ചേ? അല്ല, അമ്മ ഇപ്പൊ വന്നു. ഇന്നലെ എന്താ ഞാൻ പറഞ്ഞില്ലേ, അമ്മ എന്ത് കരുതിട്ടുണ്ടാവോ? എന്ത്? അല്ല, കുട്ടി എവിടെ കണ്ടിട്ടേ ആകെ കുഴപ്പമായി. കുഴപ്പോ? എന്ത് കുഴപ്പം? അത് കുറെ കാലമായിട്ട് അമ്മ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. നോർത്തിലും ബോർഡിലും ഒക്കെ ആയിട്ടുള്ള എന്റെ കറക്കം കഴിഞ്ഞ് ഇപ്പോഴാണ് അമ്മയ്ക്ക് എന്നെ കൈ കിട്ടിയത്. ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാൻ അങ്ങോട്ട് വിട്ടതേ ഉള്ളൂ. അപ്പോഴാ കുട്ടിയുടെ വരും. അമ്മ തെറ്റിദ്ധരിച്ച് കാണുവോ? എന്തിന്? അതിന് നമ്മൾ തമ്മിൽ അങ്ങനത്തെ അടുപ്പൊന്നും ഇല്ലല്ലോ. അത് കുട്ടിക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ അമ്മയ്ക്ക് അറിയില്ലല്ലോ. അതാ കുഴപ്പമായത്. അത് മാത്രമല്ല, ഇവിടുത്തെ ഈ കഴുതകൾ എന്തൊക്കെയോ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ തെറ്റിദ്ധരിച്ച് കാണും, ഉറപ്പാ. അല്ല, ശരിക്കും സാറെന്താ ഇത്രയും കാലമായിട്ട് കല്യാണം കഴിക്കാതിരുന്നേ? അതിനൊക്കെയുള്ള പ്രായത്തില് ഇവിടെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവിതം വേസ്റ്റായി പോകും തോന്നി പിന്നെ ഒരുത്തേ കണ്ടുകിട്ടിയില്ല. ഇനി ഈ പ്രായത്തിൽ ഇപ്പോ കുട്ടിയല്ലേ, ഞാനവർ പറഞ്ഞിട്ടുണ്ട്, അവരാ ടെൻറ്റി കാണും. സാർ, എങ്ങനത്തെ കുട്ടിയാ സാറിന്റെ മനസ്സില്? എന്നെ പോലെ ഒരാൾ മതിയാവോ? നല്ല കമ്മീഷൻ തന്നാ മതി. ഈ കറക്കത്തിനിടയിൽ ഞാനും തപ്പാം. അമ്മാ, ഒന്ന് നിക്കണ അമ്മാ. പാത്താ പിച്ചക്കാരന്മാരില്ലേ? ഞാൻ നായര്, ശിവശങ്കരൻ നായര്, ഇവിടുത്തെ വൈദ്യരാ. അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ? ഇനി മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണോ മനസ്സിലാവാത്തത്? അമ്മയ്ക്ക് എന്നെ പുരിഞ്ചില്ലേ? മനസ്സിലായില്ല. ഓ, അപ്പം മലയാളം അറിയാല്ലേ? ഞാനും പട്ടാമ്പി സാറും നല്ല കണക്ഷനാ. ഫ്രണ്ട്സ്. അതിനൊന്നും ഇല്ലേ? പട്ടാമ്പി സാറ് അമ്മയെ വീട്ടിൽ കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. എന്റെ ഭാര്യയും ഒരേ ഒരു മോളും കണ്ണിലെ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക, വരാതെ പോവരുത്. പട്ടാമ്പി എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? പറയാൻ മറന്നതാവും. പട്ടാമ്പി സാർ എന്റെ അമ്മയോട് പറയാതിരുന്നു. മറന്നതാവുള്ളൂ. ചില സമയങ്ങളിൽ നല്ല മറവിയുണ്ട്. അതിന് ഞാൻ ഒരു മരുന്ന് അരച്ചു കൊടുക്കുന്നുണ്ട്. അതെ, വണ്ടി നേരെ അങ്ങോട്ട് പൊക്കോട്ടെ. വേണ്ട, തുറക്കണ്ട. എന്റെ ശിഷ്യന്മാര് തുറന്നോളും. തുറക്കടാ. വേണ്ട, അടയ്ക്കണ്ട. ഇവരടച്ചോളും. ഇവരെന്റെ തിരുമുകാരാ. സ്റ്റീം ബാത്താ. അവനെ ടെസ്റ്റ് ചെയ്യാൻ കയറ്റിയതാ. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ മരുന്നുകളും ടെസ്റ്റ് ചെയ്യുന്നത് അവന്റെ ശരീരത്തിലാ. നല്ലൊരു ടെസ്റ്ററാ. അവന്റെ ഫാദറും നല്ലൊരു ടെസ്റ്ററായിരുന്നു. എന്റെ ചെറിയൊരു പരീക്ഷണത്തിൽ ചത്തുപോയി. എടാ, ചെന്ന് അയച്ചു വിടറാ ചാവണേലും മുമ്പ്. ഇവരൊക്കെ രാഷ്ട്രീയ ജാഥയ്ക്ക് പോണ ആൾക്കാരാണ്. ഇങ്ങനത്തെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. വരൂ. വിശാലം. നല്ല മോള്. ഒറ്റ മോളല്ലേ ഉള്ളൂ. ഈ കണ്ട സ്വത്ത് മുഴുവനും ഇവൾക്കല്ലേ? ഈ കണ്ട വെൽത്തിന് പുറമെ സായിപ്പുമാരെ സിനിമ കിട്ടുന്നത് എല്ലാം ഡോളേഴ്സ് ആയിട്ടാ. അത് മോൾക്ക് തന്നെയാ. $1 = 48 Indian rupees. You know? അങ്ങനെയല്ലേ? അത് മാത്രല്ല, ഈ ഇരിക്കുന്ന ജിലേബി, അച്ചപ്പം, ലഡു, കായവറുത്തത് എന്ന് വേണ്ട എല്ലാ പലഹാരങ്ങളും ഈ മോൾ ഉണ്ടാക്കിയതാണ്. നായർക്ക് ബേക്കറി ബിസിനസ് എടുക്കാ. ബിസിനസ്സോ? തന്നെ ഞാൻ ആ ആവിപ്പെട്ടിയിലല്ലേ നിർത്തിയിരുന്നത്? അങ്ങോട്ട് പോട്ടെ. ഇതൊക്കെ ഒന്ന് കഴിക്കാമ്മാ. പോറും. എനക്ക് വയറ് നിറഞ്ഞാച്ച്. എനക്ക് ആകെ വിഷമം എന്റെ പട്ടാമ്പിയെ ഓർത്താ. അമ്മ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. പിന്നെ ഇവൾക്കാണെങ്കിൽ പട്ടാമ്പി സാറിന് പറഞ്ഞ ജീവനാ. കുട്ടികളുടെ മനസ്സല്ലേ. അവളുടെ ഒരു ഇഷ്ടത്തിനും ഞങ്ങളെതിരല്ല, അല്ലേടി? അവനൊരു പെൺകുട്ടിയെ പിടിച്ചു എന്ന് വെച്ചാ അതന്നെ വലിയ കാര്യ. ധർമ്മശാസ്താവേ, കാത്തുകൊള്ളണേ. എന്നാലും അവനൊരു വാർത്ത എങ്ങിട്ട് ചൊല്ലലിയേ.
അതെങ്ങനെ ചൊല്ലും അമ്മ? ഞാൻ തന്നെ ഇവളെ പ്രേമിക്കുന്ന കാര്യം ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല. അത് നേരെ ரொம்ப ആകുതേ. ഞാൻ കളമ്പട്ടുമാ. ഓ വരേ. ചേച്ചി പട്ടാളക്കാരനെ കിട്ടിയെന്നെ തോക്ക് പിടിപ്പിക്കോ? എനിക്കും പഠിക്കണം. എനിക്കും. പിന്നെ ഞാൻ ആ പട്ടരെ കെട്ടാൻ പോവല്ലേ? എനിക്കറിയാം. ചേച്ചിക്ക് ഇഷ്ടം മറ്റേ പട്ടാളക്കാരനെ അല്ലേ? ഒന്ന് പോടിയോ. നീ ഇവിടെ ഇരിക്കുക. ഡോ ഇതവിടെ കൊണ്ടുവച്ചേ. ദേ നീ ഇത് കൊണ്ടുപോയി ആ പട്ടാമ്പി സാറിന് കൊടുക്ക. അച്ഛൻ തന്ന അയച്ചാണെന്ന് പറയാ. പിന്നത്തയില പട്ടിയെ പിടിക്കാൻ ചാടി മറിഞ്ഞ് ആ പാവത്തിന്റെ ദേഹത്ത് വല്ല ഉളുക്കോ ചതവോ പറ്റിയിട്ടുണ്ടാവോ? എന്നാ എനിക്കൊന്നും വയ്യ. ഒറ്റ ചവിട്ട് വെച്ച് എന്നാലുണ്ടല്ലോ കൊഞ്ച നീയേ. എങ്ങനെയെങ്കിലും അയാളുടെ മനസ്സിന്റെ അകത്ത് കയറി പറ്റാൻ നോക്കാണ്ട് പിടിക്കടി. ഒന്നുമില്ലേലും വെടി കൊള്ളാണ്ട് നിന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ ആ സാറ്? എന്നെ രക്ഷിച്ചത് ആ സാറൊന്നുമല്ല, മറ്റേ പട്ടാളക്കാരനാ. പറയണ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഈ പിണ്ണത്തൈലം സ്നേഹത്തോടെ കൊടുത്തിട്ട് അച്ഛൻ തന്നതാണെന്ന് പറ. അല്ലെങ്കിൽ വേണ്ട, നിന്റെ സ്വന്തം ഇഷ്ടത്തിന് നീ തരുന്നതാണെന്ന് പറയാ. ഈ പൂവ് കൊടുക്കുക, മിഠായി കൊടുക്കുക, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എന്റെ കുട്ടി. ഈ പിണ്ണത്തൈലത്തിലൂടെ വഴുക്കി വഴുക്കി ആ മനസ്സിൽ അങ്ങോട്ട് കയറി പറ്റാൻ നോക്കടി. ശരി. നിങ്ങൾ ഇത് എന്ത് കണ്ടിട്ടാ മനുഷ്യ പ്രായമായ പെണ്ണിനെ പട്ടാള ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുന്നത്? പലതും കണ്ടിട്ടാ. എടി നിനക്കറിയില്ല ഒറ്റമോളുള്ള ഒരു തന്തയുടെ വേദന എന്താന്ന്. ഓരോരുത്തരന്മാര് നല്ലൊരു കല്യാണക്കാരി നടന്നു കിട്ടാൻ നേർച്ചയും കാഴ്ചയും വെച്ച് നടക്കുക. ഇത് ഇങ്ങനൊരു കാര്യം വീണിട്ട് കളയാനേ ഞാനൊരു മണ്ടനൊന്നുമല്ല. വൈദ്യരേട്ടാ, ഞാനിതിന്റെ ഉള്ളിലിരുന്ന് ഉരുകി ഉരുകി എല്ല് വരെ വെള്ളമാറായി. ഇതിന്റെ ഉള്ളിൽ ഇടാൻ ഒരു സായിപ്പിനെയും മദാമേനെയും കൊണ്ടുവരാന്ന് പറഞ്ഞ് നീ എന്റെ കൊറേ കാശ് മേടിച്ച് തിന്നില്ലേ? ആ തിന്നത് കംപ്ലീറ്റ് ആയിട്ട് ഉരുകി 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 അങ്ങോട്ട് പോട്ടെ. പട്ടി അടിച്ചത് ഭേദായോ സാറേ? പോവാറായില്ല മോളെ. എന്താ എന്താ പിന്നതായാലും അച്ഛൻ തന്നു വിട്ടതാ. ഏതച്ഛൻ? നായർ വൈദ്യര് പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ വല്ല പരിക്കും പറ്റിട്ടുണ്ടാവുന്ന കരുതി പിന്നതായാലും. പിന്നെ നല്ല നിന്റെ അച്ഛനോടെ കൊടുക്ക്. വേണേ കുറച്ച് കുടിച്ചോളാൻ പറ. മേലാൽ ഈ ക്യാമ്പിനകത്ത് കണ്ടുപോയി അടിച്ച് പോച്ചകളെ ഞാൻ പൊയ്ക്കോ. പട്ടാഭിരാമനല്ല, വട്ടാഭിരാമന. ഇവിടെ പാടി എന്താ ഇവിടെ കുറച്ചു ദിവസമായാലും ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങണു. ആരെ കാണാനാ? ആരും കാണാനല്ല. എന്താ കയ്യില്? നോക്കട്ടെ, കാണിക്കേ. നോക്കട്ടടി. എന്താ ഇത്? പിണ്ണതൈലം. പിണ്ണതയിലോ? ആർക്ക്? എനിക്കാ? ഇവിടേക്ക് ഇങ്ങനെ പുരട്ടാനാ ആണോ? പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവുന്ന കരുതി. നല്ലതാ, തേച്ച് കുളിച്ചാ മതി. പോവല്ലേ, ഇത് പുരട്ട ഒരു കൈ കൂടെ വേണ്ടേ? എന്താ പിണ്ണതൈലം ഇത് പുരട്ടിയ ഫുൾ പെയിൻ പോവും ബോഡിയിലെ. പിന്നെ പോവും. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാമുകി കാമുകന് പിണ്ണതൈലം പ്രണയോപഹാരമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതാണോ? ഞാൻ സഹിച്ചു.